സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. പ്രാർത്ഥനയോടെ നമുക്ക് ഒരു വചനം വായിച്ച് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 3 തിരുവചനം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എഫേസ്യ ലേഖനം 1 അധ്യായം 3 തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവവും പിതാവുമായവനെ വാഴ്ത്തുകയാണ്, അഥവാ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. കാരണം ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം, അഥവാ യഹോവയായ ദൈവം, പിതാവായ ദൈവം, ഈ ഭൂമിയിലെ മനുഷ്യരെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആരിലൂടെയാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യരെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയിൽ മനുഷ്യർ അവരുടെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നതല്ല. വീണ്ടും പറയട്ടെ, സ്വർഗത്തിലെ ദൈവം മനുഷ്യരെ അവരുടെ നീതിപ്രവൃത്തികൾക്ക് തക്കവണ്ണം രക്ഷിക്കുവാൻ മർത്യൻ്റെ നീതിക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളെല്ലാം കറ പിരണ്ട തുണി പോലെ ഇരിക്കുന്നു. നീതിപ്രവൃത്തികൾ പോലും അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന അനീതികൾ, അക്രമങ്ങൾ, അന്യായങ്ങൾ, അകൃത്യങ്ങൾ, പാപങ്ങൾ, ഒക്കെയുള്ള ശിക്ഷ എത്ര വലിയതാവും. അതുകൊണ്ട് മനുഷ്യൻ്റെ നീതിപ്രവൃത്തികൾ നോക്കിയല്ല സ്വർഗത്തിലെ ദൈവം മനുഷ്യരെ രക്ഷിച്ചത്. പ്രത്യുത അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയാണ്, അഥവാ യേശുവിലൂടെയാണ് ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന ആ ഒരു ബോധ്യം എല്ലായ്പ്പോഴും നമ്മെ ഭരിക്കേണ്ടതാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നിത്യതയോളം നമ്മെ കാത്തു സൂക്ഷിക്കുന്ന സകല നന്മകളും അടങ്ങിയിരിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന പാപക്ഷമ, അതുപോലെ സംരക്ഷണം, രോഗശാന്തി, പരിശുദ്ധാത്മാവ്, അനുഗ്രഹകരമായ ആത്മീയ ജീവിതം നയിക്കുവാൻ ആവശ്യമായ പുനരുത്ഥാന ശക്തി, ഇങ്ങനെ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ, എല്ലാറ്റിനുപരിയായി രക്ഷയുടെ ആനന്ദം, ഇതെല്ലാം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു.
എല്ലാ മനുഷ്യരും പാപികളെന്ന് വചനം പറയുന്നത് കൊണ്ട് നാം എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് പാപത്തിൻ്റെ പരിഹാരമായി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയാണ്, യേശുവിലൂടെയാണ്. ക്രിസ്തു യേശുവിലൂടെ അഥവാ ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു, തുടർന്ന് നീതീകരിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു, മഹത്വീകരിക്കപ്പെടുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും യോഗ്യരായിത്തീരുന്നു. ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാൻ
വാങ്ങാനിടവരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിടവരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും.